ഇത് പഴയൊരു POC ബൈബിളാണ്. എൻ്റെ അപ്പനെല്ലാം കത്തോലിക്ക ആ ഒരു വിഭാഗത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ബൈബിളാണ്, പഴയ ബൈബിളാണ്. സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ കുട്ടികളും ഫോർ ദ ഇമാജിനേഷൻ ഓഫ് മാൻസ് ഹാർട്ട് ഈസ് ഈവിൾ ഫ്രം ഹിസ് യൂത്ത്. ദാവീദിൻ്റെ അമ്മയുടെ പാപത്തെക്കുറിച്ചാണ്. എന്ത് പാപമാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ദാവീദിൻ്റെ അമ്മയുടെ പാപത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വിഷയം കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ബൈബിൾ പ്രകാരം ശിശുക്കളെ എങ്ങനെ കാണണമെന്ന് മനസ്സിലാകും. ആദ്യം തന്നെ നമ്മുടെ വാക്യത്തിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നെടുക്കുന്ന വാക്യം സങ്കീർത്തനങ്ങൾ 51-ന്റെ 5-ാം വാക്യമാണ്. നമുക്കത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് വായിക്കാം. സങ്കീർത്തനം 51-ന്റെ 5. Behold, I was brought forth in iniquity, and in sin my mother conceived me. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഒരു പാപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദാവീദാണ് ഈ ഒരു സങ്കീർത്തനം എഴുതുന്നത് തന്നെ. പക്ഷേ ഇതേ കാര്യം തന്നെ വേറൊരു ബൈബിളിൽ, അതായത് ഈ വാക്യം തന്നെ POC ബൈബിളിൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് കൺഫ്യൂഷനായി പോവും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്നുകൂടി വായിക്കാം ഈ ഒരു വാക്യം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. പാപത്തിൽ എൻ്റെ അമ്മ, ദാവീദിൻ്റെ അമ്മേനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദാവീദിൻ്റെ അമ്മയുടെ പാപത്തെക്കുറിച്ചാണ്. എന്ത് പാപമാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ദാവീദിൻ്റെ അമ്മയുടെ പാപത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാൻ POC ബൈബിളിൽ നിന്ന് വായിക്കാം, നിങ്ങളൊന്നൊന്ന് കേട്ട് നോക്കാം. സങ്കീർത്തനം 51-ന്റെ 5-ാം വാക്യം. ഇത് പഴയൊരു POC ബൈബിളാണ്. എൻ്റെ അപ്പനെല്ലാം കത്തോലിക്ക ആ ഒരു വിഭാഗത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ബൈബിളാണ്, പഴയ ബൈബിളാണ്. സങ്കീർത്തനം 51-ന്റെ 5. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഈ ഒരു വാക്യങ്ങളുടെ ഈ സെയിം വാക്യം നമ്മൾ ഈ രണ്ട് ബൈബിളുകളിലും വായിച്ചപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ POC ബൈബിളിൽ വായിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റും, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അതായത് ഒരു ശിശു ജനിക്കുമ്പോൾ പാപിയായിട്ടാണ് ജനിക്കുന്നതെന്നാണല്ലേ ഈ ഒരു വാക്യപ്രകാരം POC ബൈബിളിൽ വായിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ കാണാം, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു കൊച്ചെങ്ങനെ പാപിയായി മാറുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വരുമ്പോൾ അതൊരു പുതിയൊരു ജീവിതമാണ്. എന്നിട്ട് ഒരു പാപിയാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഓക്കെ, കാരണം ഒന്നാമത്തെ കാര്യം ചിന്തിക്കുക, ഈ ഒരു വാക്യത്തിൽ ശിശു, ഒരു ദാവീദ് ഒരു ശിശുവായിരുന്നല്ലോ. ആ ജനിച്ച് വീണപ്പോൾ അവൻ പാപിയായിട്ടാണ് ജനിച്ചതെങ്കിൽ ബൈബിളിലുള്ള മറ്റ് വാക്യങ്ങളോട് അത് വിപരീതം, അതല്ലെങ്കിൽ മറ്റു വാക്യങ്ങളെ എതിർത്തായിരിക്കും, അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളോട് പോലും എതിരായിരിക്കും ദാവീദ് പറയുന്നത്. നമുക്ക് എസെക്കിയേലിൻ്റെ പുസ്തകം, അതായത് എസെക്കിയേൽ പ്രവാചകൻ എഴുതിയ പുസ്തകം 18-ന്റെ 20-ാം വാക്യം എന്ന് വായിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു വാക്യമാണ് എസെക്കിയേൽ 18-ന്റെ 20. അതൊന്ന് എടുക്കാൻ നോക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട, നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. ഇവിടെ തന്നെ പറയുന്നുണ്ട് പാപം ചെയ്യുന്ന ആളാണ് മരിക്കുന്നത്, അല്ലാതെ മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട. അതായത് ഇപ്പം എൻ്റെ അപ്പൻ്റെ ആ ഒരു പാപം ഞാൻ വഹിക്കേണ്ട, അതായത് ചുമക്കേണ്ട കാര്യമില്ല. പിന്നെ അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട, പാപം വഹിക്കേണ്ട കാര്യം, ചുമക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ സ്വന്തം അപ്പൻ്റെ പാപം പോലും ഞാൻ ചുമക്കേണ്ട കാര്യമില്ലെങ്കിൽ ആദാമിൻ്റെ പാപമോ അല്ലെങ്കിൽ ഹൗവയുടെ പാപമോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പാപമോ എനിക്ക് ചുമക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? ഒരു കാര്യമില്ലെന്നാണ് ബൈബിളിൽ പറയുന്നത്. പാപം ചെയ്യുന്ന ദേഹിയാണ് മരിക്കുന്നതല്ലേ, അല്ല അതല്ലേ എസെക്കിയേൽ 18-ന്റെ 20 പറയുന്നത്. The person who sins will die. The son will not bear the punishment for the father's iniquity. The person who sins will die. അതായത് പാപം ചെയ്യുന്ന ആളാണ് മരിക്കുന്നത്. അതായത് അവിടെ പറയുന്നത് ഭൗതിക മരണത്തെക്കുറിച്ചല്ല. ആദാമിനോടും ഹൗവയോടും ദൈവം പറഞ്ഞില്ലേ, നിങ്ങൾ ആ പഴം പറിച്ചു തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ആ പഴം പറിച്ചു തിന്നപ്പോൾ അവർക്ക് എന്ത് മരണമാണ് സംഭവിച്ചത്? ഭൗതികമായിട്ട് അവർ മരിച്ചില്ല, പക്ഷേ എന്ത് മരണമാണ്? ആത്മീക മരണം. അതായത് ദൈവത്തിൽ നിന്ന് അവരുടെ ആത്മാവ് സെപ്പറേറ്റ് ആയി. പാപം എന്നുള്ള ഒരു വന്മതിൽ അത് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി. അവർക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അതാണ് യെശയ്യാവ് 59-ന്റെ 1-2 പറയുന്നത്. നിങ്ങൾ അത് പോയി പരിശോധിച്ച് നോക്കുക. അതല്ല പക്ഷേ നമ്മുടെ ഇന്നത്തെ വിഷയം. പാപം ചെയ്യുന്നത് അപ്പനാണെങ്കിൽ അപ്പൻ്റെ പാപം മകനിലേക്ക് വരുമോ? അല്ലെങ്കിൽ
ആദാമിൻ്റെ പാപം, അതായത് ഒറിജിനൽ സിൻ എന്നൊക്കെ പറയും, അതായത് ജന്മപാപം എന്നൊക്കെ ആളുകൾ വിവരിക്കുന്ന കാര്യം ശരിക്കുണ്ടോ? ബൈബിളിൽ എന്ത് പറയുന്നു? അപ്പോൾ ദാവീദ് കാര്യം പറഞ്ഞത് നമ്മളോട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതായത് സങ്കീർത്തനം 51 5-ാം വാക്യത്തിൽ പറയുന്നത് ദാവീദിൻ്റെ അമ്മയുടെ പാപത്തെക്കുറിച്ചാണ്. പക്ഷെ നമുക്ക് സങ്കീർത്തനം 51 ആ ഒരു സിറ്റുവേഷനും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും. ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സങ്കീർത്തനം എഴുതുന്നത്. അതായത് നാത്താൻ പ്രവാചകൻ അവനോട് വന്ന്, നീയാണ് ആ മനുഷ്യൻ, നീയാണ് ദൈവത്തോട് പാപം ചെയ്ത ആളെന്ന് അവനെ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അവൻ ഈ സങ്കീർത്തനം എഴുതുന്നത്. സങ്കീർത്തനം 51 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം ദൈവമേ, നിൻ്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. അല്ലാതെ എൻ്റെ അമ്മയുടെ അകൃത്യമോ അപ്പൻ്റെ അകൃത്യമോ എനിക്ക് കിട്ടിയത് പോക്കണമെന്നല്ല. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. 3-ാം വാക്യം നോക്കിക്കോ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. കണ്ടോ, ഒരു കുഞ്ഞിന് എന്ത് ലംഘനമാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ ദാവീദ് ഇവിടെ പറയുന്നു, എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. കണ്ടോ, ദാവീദാണ് പാപം ചെയ്തത്, അല്ലാതെ ദാവീദിൻ്റെ അപ്പനല്ല, ദാവീദിൻ്റെ പൂർവ്വപിതാവായ ആദാം പോലും അല്ല. ആദാമിൻ്റെ കാര്യമല്ല ദാവീദ് പറയുന്നത്, നിന്നോടാണ് ഞാൻ പാപം ചെയ്തത്, നിനക്ക് അനിഷ്ടമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു, സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. 4 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് മനസ്സിലാക്കി അവൻ്റെ പാപമാണ് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. പക്ഷെ 5-ാം വാക്യത്തിലാണ് ദാവീദ് വ്യക്തമാക്കുന്നത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അവിടെ ദാവീദിൻ്റെ അമ്മയുടെ പാപത്തെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്. അത് മനസ്സിലാക്കാതെ സ്വന്തമായിട്ടുള്ള വ്യാഖ്യാന രീതിയിൽ ഈ ഒരു ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തോട് ചെയ്തിരിക്കുന്ന തെറ്റാണത്. കാരണം ഈ POC ബൈബിളിൽ മാത്രമല്ല, NIV എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഷനിൽ പോലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം അതും തെറ്റാണ്. നിങ്ങളത് പോയി പരിശോധിച്ച് നോക്കുക. ഗ്രീക്ക് ഭാഷയിലോ അല്ലെങ്കിൽ ഹീബ്രു ഭാഷയിലോ, ഹീബ്രുവിലാണ് പഴയ നിയമം എഴുതിയത്, അതിനോട് ചേർന്ന് പോകാത്ത രീതിയിൽ ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു അജണ്ടയിൽ ഈ ഒരു വാക്യം അവരുടെ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, അല്ലാതെ ട്രാൻസ്ലേഷൻ അല്ല ചെയ്തിരിക്കുന്നത്. അതാണ് സങ്കീർത്തനം 51 5 ഞാൻ കാണിക്കാൻ പോകുന്നത്. NIV എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് വേർഷൻ. ഇതുണ്ടോ NIV, ന്യൂ ഇൻ്റർനാഷണൽ വേർഷനാണ്. ഷുവർലി ഐ വാസ് സിൻഫുൾ അറ്റ് ബർത്ത്, സിൻഫുൾ ഫ്രം ദ ടൈം മൈ മദർ കൺസീവ്ഡ് മീ. അതായത് ഞാൻ ജനിച്ചപ്പോഴേ പാപിയാണ്, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചപ്പോഴേ ഞാൻ പാപിയാണെന്നാണ് ആ ഒരു ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, വളരെ തെറ്റാണ്. കാരണം യേശുക്രിസ്തു എന്താണ് ശിശുക്കളെ പറ്റി പറഞ്ഞതെന്നും മിക്ക ആളുകൾക്കും അറിയാം. കാരണം ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു വാക്യം എന്താണ്, മുഴങ്ങി നിൽക്കുന്ന ഒരു വാക്യമാണ്. നമുക്ക് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുമെന്നാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. കറക്റ്റാണത്. കാരണം മത്തായി 18:3 നിങ്ങൾ വായിച്ചു നോക്കുക. യേശു പറയുന്നതിൻ്റെ അപ്പുറമായിട്ടൊന്നും ദാവീദ് പറയാൻ പോണില്ല. ദാവീദ് വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ പാപങ്ങളാണ്, അതായത് ദാവീദിൻ്റെ പാപങ്ങളാണ് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്, അല്ലാതെ അമ്മയുടെ അപ്പൻ്റെ അല്ല, അല്ലെങ്കിൽ ആദാമിൻ്റെ അല്ല. യേശു എന്താണ് പറയുന്നത്? മത്തായി 18:3, നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതൊന്ന് ഇംഗ്ലീഷിൽ ട്രൂലി ഐ സേ ടു യു അൺലെസ് യു ആർ കൺവേർട്ടഡ് ആൻഡ് ബിക്കം ലൈക്ക് ചിൽഡ്രൻ യു വിൽ നോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് ഹെവൻ. ഒന്ന് ചിന്തിച്ചു നോക്കി, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ അവസ്ഥ. നിങ്ങളും അവരെ പോലെ ആകാനാണ് പറയണത്. യേശു ഒരു ശിശുവിനെ പിടിച്ച് അവിടെ നിർത്തിയിട്ടാണ് പറയണത് ഈ കാര്യം. ഇത് കണ്ടോ, 2-ാം വാക്യം നോക്ക്. മത്തായി 18:2 അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. അപ്പം ശിശുക്കൾ പാപികളാന്നല്ല യേശു പറയണത്. യേശുവിൻ്റെ ഉപദേശത്തിലോ യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലോ പഴയ നിയമത്തിലോ ശിശുക്കൾ അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ ഒരു വ്യക്തി പാപമാണെന്ന് ആരും പറയുന്നില്ല. പിന്നെ യഹൂദന്മാരിൽ നിന്നാണല്ലോ പഴയ നിയമം നമുക്ക് ലഭിക്കുന്നത്. യഹൂദന്മാർ പോലും വിശ്വസിക്കുന്നില്ല ഒരു കുട്ടി പാപിയാണ്, അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ ഒരു വ്യക്തി പാപത്തോടെയാണ് ജനിക്കുന്നതെന്ന്. പൗലോസ് അപ്പോസ്തലൻ പോലും റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം കൂടാതെ ജീവിച്ചൊരു കാലം ഉണ്ടാവൻ. പക്ഷെ ന്യായപ്രമാണം അവൻ്റെ ജീവിതത്തിൽ മനസ്സിലായി തുടങ്ങിയപ്പോൾ, പക്വത ആർജിച്ച് അവനത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് അവൻ പാപിയായതും ദൈവത്തിൽ നിന്നകന്നതും മരിച്ചതും ആത്മീകമായി മരിച്ചതും. അപ്പം നമുക്ക് വേറൊരു കാര്യം കൂടി ഞങ്ങൾ ഇന്ന് കണ്ടെത്തിയതാണ്. നമുക്ക് ഉൽപ്പത്തി 8:21 വാക്യം ഒന്ന് വായിക്കാം. അവിടെ നോഹയുടെ ആ ജലപ്രളയം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം യേശു തന്നെയാണ്, അതായത്
ഈ ഒരു സംഭവം ദൈവം നോഹയുടെ ജലപ്രളയത്തിന് ശേഷമാണ് പറയുന്നത്. ഉൽപ്പത്തി 8:21. ഞാൻ മലയാളത്തിൽ ആദ്യം ഒന്ന് വായിക്കാം. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ നശിപ്പിക്കില്ല. ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു. ആ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? The Lord smelled the soothing aroma, and the Lord said to himself, I will never curse again the ground on account of man, for the intent of man's heart is evil from his youth. അവിടെ പറയുന്ന വാക്ക് എന്താണ്? യൂത്ത് എന്നാണ്. ഞാൻ വായിച്ച ആ ഒരു മലയാളം ബൈബിളിൽ പറയുന്നത് മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു. അതായത് യുവത്വം മുതൽ എന്നാണ് ശരിക്കുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ വരേണ്ടത്. പക്ഷേ POC ബൈബിളിൽ ഞാൻ വായിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കുക. POC ബൈബിളാണ്, ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. തുടക്കം മുതലേ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ തുടക്കം എവിടെയാണ്? ജനനത്തിലാണ്. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. യുവത്വം മുതൽ എന്നല്ല, യൂത്ത് എന്നല്ല, തുടക്കം മുതലേ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അതൊരു അജണ്ടയാണ്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോഴേ പാപിയാണെന്ന് ഒരു വ്യക്തിനെ പറ്റിക്കാൻ നോക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ബൈബിളിലെല്ലാം കാണിക്കുന്നത്. അതായത് ജനിക്കുമ്പോഴേ നീ പാപിയാണ്, അതുകൊണ്ട് നീ കഷ്ടപ്പെടണ്ട, നിനക്ക് പാപിയായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, പക്ഷേ നീ പാപിയായിട്ടേ ജീവിക്കുള്ളൂ. മനസ്സിലായോ? നിനക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആകാൻ പറ്റില്ല. പക്ഷേ യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പെർഫെക്റ്റ് ആകാനാണ് മത്തായി 5:48 പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി. യേശു പറഞ്ഞതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗങ്ങൾ പറയുന്നതാണോ? യേശു പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇനിയും നമുക്ക് കിങ് ജെയിംസ് വെർഷൻ, അതായത് ബൈബിളിൽ തന്നെ ഏറ്റവും ട്രാൻസ്ലേഷനുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ലേഷനാണ് കിങ് ജെയിംസ് വെർഷൻ. കിങ് ജെയിംസ് വെർഷനിൽ ദൈവം പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇതാണ്. അത് വളരെ നല്ലതായിട്ടാണ് കേട്ടോ. ആൻഡ് ദ ലോർഡ് സ്മെൽഡ് എ സ്വീറ്റ് സേവർ, ആൻഡ് ദ ലോർഡ് സെഡ് ഇൻ ഹിസ് ഹാർട്ട്, I will not again curse the ground any more for man's sake, for the imagination of man's heart is evil from his youth. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം കറക്റ്റായിട്ടാണ് അവിടെ പറയുന്നത്. ജനിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ തുടക്കം മുതലേ അവൻ പാപം ചിന്തിക്കുന്നു, തിന്മയാണെന്നല്ല, അവൻ്റെ യൂത്ത് മുതൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മള് ഇപ്പൊ ഒരു കുഞ്ഞു കൊച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ അറിയില്ല, അതുകൊണ്ടാണെന്നാണ് നമ്മൾ തന്നെ പറയണത്. അതെ. അപ്പോ ഒരു കൊച്ചു പാപിയാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തിൽ ഉള്ള ആ ഒരു നിയമങ്ങൾ പോലും ഒരു 18 വയസ്സിന് മുൻപ്, അതായത് 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോലും ഇളവുണ്ട്. കാരണം എന്താണ്? അവർ പക്വതയിലേക്ക് വന്നിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെ നിങ്ങൾ പാപിയല്ലെന്നല്ല. ബൈബിളിൽ അങ്ങനെ ഒരു പ്രായപരിധി ഇല്ല. പക്ഷേ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ജനിക്കുമ്പോഴേ എന്താണ്? അപ്പൻ്റെ അമ്മയുടെയും പാപം നിങ്ങളിലേക്ക് വരുന്നില്ല. എസ്കേൽ 18:20 നമ്മൾ വായിച്ചത്. ഇപ്പം ഉൽപ്പത്തി 8:21 അത് വ്യക്തമാണ്. ദൈവം പറയുന്നത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചിന്ത അവൻ്റെ യൂത്ത് മുതലാണ് അവൻ ആ ഒരു തിന്മേറിയതായിരിക്കുന്നത്. പിന്നെ നമുക്ക് വായിക്കാം. നമുക്ക് യോനയുടെ പുസ്തകം 4:11 ഒന്ന് വായിച്ചു നോക്കാം. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് വാക്യമായിട്ട് തോന്നി. കാരണം ദൈവം യോനേനെ ആ നിനവേലേക്ക് വിട്ടുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ അറിയാം. യോന അവിടെ പോയി പ്രസംഗിച്ചു. അവിടെയുള്ള എല്ലാവരും മനസ്സാന്തരപ്പെട്ടു. പക്ഷേ യോനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം യോന ആഗ്രഹിച്ചത് ആ ഒരു ജനം നശിച്ചു പോകണമെന്നാണ്. പക്ഷെ ദൈവം അവനോട് ദൈവം ആ ജനത്തോട്, നിനവേലുള്ള ആ ഒരു അസീരിയൻ സാമ്രാജ്യത്തിലെ ജനത്തോട് ആ ഒരു ക്ഷമ കാണിച്ചപ്പോൾ യോനയ്ക്ക് ദേഷ്യം വന്നപ്പോൾ ദൈവം അവനോട് പറയുകയാണ്. യോന 4:11 ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ. യോന 4:11 എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള നഗരമായ നിനവയോട് ഞാൻ, അതായത് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. അതായത് മനസ്സലിവ്. അയ്യോ ഭാവം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ കമ്പാഷൻ എന്നാണ്. ആ മനസ്സലിവ് എനിക്ക് തോന്നാൻ പാടില്ല എന്നാണ് യോനയുടെ അടുത്ത് ദൈവം ചോദിക്കുന്നത്. കാരണം എന്താണ്? 1,20,000 ചില്ലാനം മനുഷ്യർ, അതായത് ഇടങ്കയും വലങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത. ആർക്കാണ് ഇടങ്കയും വലങ്കയും തിരിച്ചറിഞ്ഞുകൂടാത്തത് ശരിക്കും പറഞ്ഞാൽ? അതെ, നമുക്ക് കാണാം. ഓരോ കൊച്ചുങ്ങളെ കുറിച്ചാണ് പറയുന്നത്, പിള്ളേരെ കുറിച്ചാണ് പറയണത് അവിടെ.
അതെ, ആ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ആ കുട്ടികളോട് ഇടങ്കൈ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വലങ്കൈ പൊക്കി കാണിക്കും. വലങ്കൈയുടെ ഇത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ അവരറിയുന്നില്ല. അല്ലാതെ കള്ളൂടിയന്മാരെ കുറിച്ചല്ല ദൈവം ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ആ 1,20,000 ചില്ലാനം മനുഷ്യർ എന്ന് പറയുമ്പോൾ, അതായത് പേഴ്സൺസ് എന്നാണ് ഇംഗ്ലീഷിലുള്ളത്, ആ ഒരു കുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം എന്താണ് പറയുന്നത്? 1,20,000-ലധികം കുട്ടികൾ അവിടെ ഉണ്ട്. അല്ലാതെ ആ നിനവേ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു നഗരമായിരുന്നു. ആ നഗരത്തിൽ 1,20,000 ആൾക്കാർ മാത്രമല്ല ഉണ്ടായിരുന്നത്. പക്ഷെ കുട്ടികളുടെ ആ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ കറക്റ്റാണത്. ആ 1,20,000 ചില്ലാനം കുട്ടികളെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. ഇനിയും നമുക്ക് ബൈബിളിൽ ഒരുപാട് എക്സാമ്പിളുകൾ കാണാൻ പറ്റും. പക്ഷെ മെയിനായിട്ട് നമ്മൾ കാണേണ്ടത് ശിശുക്കൾ നിഷ്കളങ്കരാണ്. പുതിയ നിയമത്തിൽ പോലും യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലേ? കുട്ടികൾക്ക് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ അവരെ പിടിച്ച് മാമോദിസ ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കാം. ആ കുട്ടികളെ നമ്മൾ എത്ര മുക്കി എന്ന് പറഞ്ഞാലും അവർക്ക് പാപമില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അവർ വിശ്വസിച്ചിട്ടാണ് ആ ഒരു മാമോദിസ ഏൽക്കുന്നത്. കുട്ടികൾക്ക് വിശ്വസിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടോ? അല്ല, അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇപ്പൊ പള്ളിയിലെ ആൾക്കാരായിരിക്കും അവരെ മനഃപൂർവ്വം കൊണ്ട് ആ വെള്ളത്തിൽ മുക്കണായിരിക്കും. അതെ, അതിലൂടെ അവർക്ക് രക്ഷയൊന്നും നേടുന്നില്ല. കാരണം അവർ ഓൾറെഡി രക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്, അല്ലാതെ പാപിയായിട്ടുള്ള അവസ്ഥയല്ല. നഷ്ടപ്പെട്ട അവസ്ഥയിലല്ല ശിശുക്കൾ. നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഒരു ശിശു എങ്കിൽ യേശു ഒരിക്കലും പറയില്ല നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാനായിട്ട് യേശു ഒരു കാരണവശാലും പറയാൻ പോകുന്നില്ല. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്കൊന്ന് പോവാം. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 15-ാം വാക്യം. ഇതൊരു ഇമ്പോർട്ടൻ്റ് വാക്യമായിട്ട് എനിക്ക് തോന്നി. കാരണം പല ആൾക്കാരും ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, അതായത് സ്നാനമേറ്റവർ, ചിലവർ കുടുംബമായിട്ട് പോയി സ്നാനമേറ്റവരുണ്ട്. ആ കുടുംബമായിട്ട് സ്നാനമേൽക്കുമ്പോൾ അവർക്ക് എന്തായാലും കുട്ടികളുണ്ടാകില്ലേ? ആ കുട്ടികളും സ്നാനമേറ്റിട്ടുണ്ടാവില്ലേ? അപ്പോൾ കുട്ടികൾ പാപികളല്ലേ എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താ? അതായത് ലിദിയ എന്ന് പറഞ്ഞൊരു സ്ത്രീയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, കണ്ടോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവളും കുടുംബവും സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ അവരുടെ കുട്ടികളെല്ലാവരും സ്നാനമേറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം? ഇല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്, 2 സഹോദരന്മാരുണ്ട്, വേറെ കുറച്ച് പിള്ളേരുണ്ട്. ഓക്കെ, അതിൽ എത്ര പേർക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു അംഗീകാരമുണ്ട്? എത്ര വയസ്സ് വേണം നമുക്ക് വോട്ട് ചെയ്യാനായിട്ട്? 18 വയസ്സ് വേണം നമുക്ക് വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കാറിൽ കയറി സഞ്ചരിച്ച് വോട്ട് ചെയ്യാൻ പോയി. പക്ഷെ വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർ വോട്ട് ചെയ്യാൻ കയറി നിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? അതിന് ആധാർ കാർഡിൽ അവരുടെ പ്രായം നോക്കുമ്പോൾ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് പോയത്? കുടുംബമായിട്ടല്ലേ പോയത്. ഞങ്ങൾ അപ്പോൾ വേറൊരു വ്യക്തി ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോവുകയാണ്? ഞങ്ങൾ കുടുംബമായിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം കാറിലുണ്ടായിരുന്ന കുട്ടികളെല്ലാവരും വോട്ട് ചെയ്യുമെന്നാണോ? ഒരിക്കലും ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക. അതേ അവസ്ഥ തന്നെയാണ് ഈ ലുദിയയുടെ കുടുംബത്തെക്കുറിച്ചും. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം എന്ന് പറയുമ്പോൾ, അവളും കുടുംബവും എന്ന് പറയുമ്പോൾ അവളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ ലിസ്റ്റ് ഒന്നും എവിടെയും എഴുതിയിട്ടില്ല. ഓരോ കുടുംബങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അവർ ചിലപ്പോൾ മുതിർന്നവരായിരിക്കാം, അല്ലെങ്കിൽ പ്രായം ചെന്നവരായിരിക്കാം, എല്ലാം സ്ത്രീകളുണ്ടാകാം, പുരുഷന്മാരുണ്ടാകാം. അല്ലാതെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് അവിടെ ഒരിക്കലും പറയുന്നില്ല. എല്ലാവരും മുതിർന്നവരായിരിക്കാം. പക്ഷെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു പ്രാസംഗികൻ, അതായത് ഒരു സുവിശേഷകൻ, ഫിലിപ്പോസ് എന്ന് പറഞ്ഞ സുവിശേഷകൻ ശമരിയ എന്നുള്ളൊരു പട്ടണത്തിലേക്ക് സുവിശേഷവുമായിട്ട് ചെന്നു. അവിടെയുള്ളവർ അത് കേട്ട് വിശ്വസിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ പറയുന്നു, ഒരു പട്ടണം പോകുമ്പോൾ എന്തായാലും അവിടെ ശിശുക്കളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. കുടുംബത്തെക്കാളും ഏറ്റവും കൂടുതൽ ശിശുക്കൾ ഉണ്ടാകുന്നത് എവിടെയിരിക്കും? പട്ടണം എന്നൊക്കെ പറയുമ്പോൾ ശമരിയ പട്ടണത്തിലാണ് ഫിലിപ്പോസ് പോയത്. അവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ 12-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 8:12 ഇതാണ് പറയുന്നത്: എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ കുട്ടികളും ചെറിയ പിള്ളേരും സ്നാനമേറ്റു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അല്ലെങ്കിൽ ചെറിയ കുട്ടികളെല്ലാവരെയും മാമോദിസ ചെയ്തു എന്നല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോസ്തല പ്രവൃത്തി 8:12 വാക്യം, യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ, ഒന്നാമത്തെ കാര്യം, പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. പുരുഷന്മാരും സ്ത്രീകളും എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ എന്താണ് വ്യക്തത വേറെ എവിടെയെങ്കിലും വരണോ?
ഇല്ല. പുരുഷന്മാരും സ്ത്രീകളും എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കുട്ടീനെ നോക്കി പുരുഷൻ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഒരു ചെറിയ പെൺകുട്ടീനെ നോക്കിയിട്ട് സ്ത്രീയെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പുരുഷന്മാരും സ്ത്രീകളുമാണ് ആ ഒരു പട്ടണത്തിൽ സ്നാനമേറ്റത്. അപ്പൊ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്, സ്നാനമേൽക്കുന്നത് പോലും പ്രായം ചെന്നവരാണ്. പാപം ചെയ്തവരും പാപത്തെക്കുറിച്ചുള്ള ആ ഒരു മെച്യൂരിറ്റിയോടുകൂടി അറിവുള്ളവരുമാണ് സ്നാനമേറ്റ് വിശ്വസിക്കാനായിട്ട് കെൽപ്പുള്ളവരാണ്. കാരണം ഒരാൾ പാപം ചെയ്യുന്നതാണ്, അല്ലാതെ പാരമ്പര്യമായിട്ട് സ്വത്തുക്കൾ കിട്ടുന്നത് പോലെ കിട്ടുന്നതല്ല പാപം. കാരണം അതിനുള്ള ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഇവിടെ വായിച്ചിട്ട് ഈ ഒരു സന്ദേശമല്ല, ഒരു അറിവ് നൽകാനായിട്ട് ബൈബിളിൽ ഇതാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇതാണ് മനസ്സിലായത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തേക്കാം, അവിടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. നമുക്ക് യാക്കോബിന്റെ ലേഖനം 1:14-15 വാക്യം ഒന്ന് വായിച്ച് ഇത് കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് 1:14-15 കൂടി വായിക്കാം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയല്ലെന്നു. അതായത് ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് പോലെ ഇപ്പൊ ജെറമ്മായ പാപം ചെയ്യുന്നത് ഞാൻ മോഹിക്കുന്നത് കൊണ്ടല്ല. പക്ഷേ 15-ാം വാക്യം കണ്ടോ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പേറുന്നു. നിങ്ങളുടെ ഏത് ബൈബിളാണോ കയ്യിലുള്ള ആ ബൈബിളിൽ വായിച്ചു നോക്കുക. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് ആദാമിന്റെ മോഹത്താൽ പരീക്ഷിക്കപ്പെടുന്നത് കൊണ്ടല്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താലാണ്, ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നു, എന്നിട്ടാണ് അവർ പാപം ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ദൈവത്തിൽ നിന്ന് അകലുന്നത്, ആ ഒരു ആത്മീക മരണം സംഭവിക്കുന്നത്. ഇതിനേക്കാൾ വ്യക്തമായിട്ട് ബൈബിളിൽ ഇനിയും കാണാൻ പറ്റും. ഞങ്ങൾക്ക് വലിയൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇനിയും വ്യക്തതയോടുകൂടി പറയാൻ പറ്റും. പക്ഷേ വലിയ വീഡിയോൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ തന്നെ നമ്മൾക്കെല്ലാം വ്യക്തമാണ്, യേശു പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതും അവിടെ സ്നാനമേറ്റവരുടെ ആ ഒരു കാര്യം, പുരുഷന്മാരും സ്ത്രീകളും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ തന്നെ ദൈവം വളരെ വ്യക്തമായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. എഹെസ്കേൽ 18:20 ദാവീദ് എപ്പോഴാണ് ആ ഒരു സങ്കീർത്തനം എഴുതുന്നത് പോലും നമ്മളൊന്ന് ചിന്തിക്കണം. ബത്ശീബ എന്നുള്ള സ്ത്രീയോടുകൂടി വ്യഭിചാരം ചെയ്ത് അവൻ്റെ തിന്മയെക്കുറിച്ച് അവൻ ഏറ്റവും ദുഃഖിതനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സങ്കീർത്തനം എഴുതുന്നത്. അവൻ്റെ പാപങ്ങളെ ഞാൻ ചെയ്തത് അങ്ങയോടാണ് എന്നും പറഞ്ഞിട്ടാണ് ദാവീദ് എഴുതുന്നത്. 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ അമ്മ എന്ത് പാപോ ചെയ്തതെന്ന് നമുക്കറിയില്ല, പക്ഷെ അവൻ്റെ അമ്മയെക്കുറിച്ചാണ്, അല്ലാതെ ദാവീദ് ഗർഭം മുതലേ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മുതലേ പാപിയാണെന്നല്ല. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാം, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തന്നെ പരിശോധിക്കുക, അല്ലാതെ ഞങ്ങളും പരിശോധിക്കുക അല്ലേ? അതെ, ഞങ്ങൾ പരിശോധിച്ചു, ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി നിങ്ങളും പരിശോധിക്കും. അതെ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. കാരണം ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഒരിടത്ത് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വേറൊരിടത്ത് വിപരീതമായിട്ട് ഒരിക്കലും പറയില്ല. എല്ലാം ഒരേപോലെ പോകണം. കാരണം ഒരേ ദൈവം തന്നെയാണ് പഴയ നിയമം എഴുതിയത്, പുതിയ നിയമം എഴുതിയത്. ഒരിക്കലും പഴയ നിയമത്തിൽ വേറെ ദൈവം, പുതിയ നിയമത്തിൽ വേറെ ദൈവമല്ല. പഴയ നിയമത്തിലെ ദൈവത്തിനുള്ള സ്നേഹവും കോപവും പുതിയ നിയമത്തിലുള്ള ദൈവത്തിനോട് രണ്ടുപേരും ഒന്നാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.